സത്യവിശ്വാസത്തിന് കാവലാളാണ്. പക്ഷേ ഇങ്ങനെ ചുറ്റുവട്ടത്ത് തിന്മ ശക്തി പ്രാപിക്കുമ്പോൾ, തീവ്രവാദ ശക്തി പ്രാപിക്കുമ്പോൾ അവർ നിശബ്ദരായിരുന്നു, അവർ പാസീവായിരുന്നു. അവർ പീസ്ഫുൾ മജോറിറ്റി അവിടെ പാസീവായി. ദ പീസ്ഫുൾ മജോറിറ്റി വേർ ഇറലവൻറ്റ്. അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല, ഉണരേണ്ട സമയത്ത് ഉണർന്നില്ല. കുളം കലക്കി പരുന്തിന് കൊടുക്കും. വെറുതെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചൊറിഞ്ഞ് നമ്മളെ സമൂഹത്തെ നശിപ്പിച്ച് പിന്നത്തെ വിഭാഗീയത ഉണ്ടാക്കി കുളം കലക്കി പരുന്തിന് കൊടുക്കരുത്, നാശത്തിന് വിട്ടുകൊടുക്കരുത്. ചൈനയിൽ ഇത് തന്നെയായിരുന്നു. ചൈനയിൽ വലിയൊരു വിപ്ലവം അരങ്ങേറി മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ. ഭൂരിപക്ഷം ജനങ്ങൾ സമാധാനപ്രിയരും നല്ല ദൈവഭയമുള്ളവർ. പക്ഷേ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവത്തെ തുടർന്ന്, മാവോ സേതുങ്ങിൻ്റെ നേതൃത്വ വിപ്ലവത്തെ തുടർന്ന് ഏതാണ്ട് 70 മില്യൺ 7 കോടി ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. സമാധാനപ്രിയരായ ഭൂരിപക്ഷം പേര് അപ്രസക്തരായി. ഈ അടുത്ത കാലത്ത് തന്നെ 10,000-ലധികം കുട്ടികളുടെ മേലെ ബുൾഡോസർ നിരത്തി, ബുൾഡോസർ ഓടിച്ച് കൊലപ്പെടുത്ത് അലച്ചു കൊന്നിട്ട് ഒരാൾക്കൊന്നും മിണ്ടാൻ പറ്റില്ല. ദ മജോറിറ്റി വർ ഇറലവൻറ്റ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ചുറ്റിലും കാര്യങ്ങൾ മാറി മറിയുമ്പോൾ നമ്മൾ തിരിച്ചറിയണം. പുലിനഖവും പൂച്ചനഖവും കണ്ടാൽ തിരിച്ചറിയാൻ നമ്മൾ പഠിക്കുന്ന സഹോദരങ്ങളെ. അടുത്ത് നമ്മൾ ജപ്പാൻ്റെ കാര്യം നമ്മൾ സൂചിപ്പിക്കേണ്ടത്. ജപ്പാനിൽ ജനങ്ങൾ വളരെ സമാധാനപ്രദം നല്ലവരുമായിരുന്നു. എന്നാൽ 2ാം ലോക മഹായുദ്ധ കാലത്ത് അവിടെ ഉണ്ടായിരുന്ന പ്രത്യേക ടീം ഭരണം നിയന്ത്രണം ഏറ്റെടുത്തു. അവർ തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഉടനീളം 12 മില്യൺ ജനങ്ങളെ കൊന്നൊടുക്കി. ദ പീസ്ഫുൾ മജോറിറ്റി വേർ ഇറലവൻറ്റ്. അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ നാശത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ മറ്റുള്ളവരെ സഹായിച്ച് ചെയ്യാനും ഒക്കെ, മുസ്ലിങ്ങളാണെങ്കിലും എല്ലാവരും അവിടെയുള്ളത്. എന്നാൽ ഒരു 10-15 ഹൈജാക്കേഴ്സ്, 19 പേര് തീവ്രവാദികൾ ഹൈജാക്കേഴ്സ്, അവർ ആ ജനത്തിന് മേൽ മുഴുവൻ കളഞ്ഞു, വലിയ കണ്ണുനീരിന് അവർ കാരണം നാശം വിതച്ച്. ദ പീസ്ഫുൾ മജോറിറ്റി വേർ ഇറലവൻറ്റ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഭൂരിപക്ഷം പേര് നല്ലവരാണ്, കുറച്ച് മൈനോറിറ്റി അല്ല, കുറച്ച് തീവ്രവാദികളല്ല ഇത് ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഈ സമയം നിസ്സംഗരായിരിക്കരുത്. അല്ലെങ്കിൽ ആ സമൂഹത്തെയല്ല ചെയ്യുന്നത്, ഈ സമൂഹത്തെ ക്രിസ്ത്യാനികളല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ല ചെയ്യുന്നത്, അല്ലെങ്കിൽ ഹിന്ദുക്കളല്ല ചെയ്യുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ പാസീവായി ഇരിക്കരുത്. നമ്മൾ താളം കൊട്ടി ഇരിക്കരുത്, താളം പിടിച്ചിരിക്കരുത്. തിന്മ തന്നെയാണ്. അത് ഏത് സമൂഹത്തിനെതിരെ ചെയ്താലും